നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും ഒരു വ്യാജ പ്രചരണവും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം വൈറലായ വീഡിയോയെക്കുറിച്ച് പറയാം. ഈ വീഡിയോ നിങ്ങളിൽ പലരും ഒട്ടുമിക്ക ആളുകളും കണ്ടു കാണും. അതായത് സ്വാതന്ത്ര്യദിനാഘോഷ ഭാഗമായിട്ട് ദേശീയ പതാക ഉയർത്തുന്നു. ഈ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ദേശീയ പതാകയ്ക്കകത്ത് പുഷ്പം വെക്കും, പൂക്കൾ വെക്കും. പൂക്കൾ വെച്ചിട്ട് അത് ഒരു ചരട് കൊണ്ട് ഊരാക്കുടുക്ക് പോലെയൊക്കെ, അതായത് പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടിയിട്ടാണ് ദേശീയ പതാക ഉയർത്തുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഉയർത്തി കഴിയുമ്പോഴാണ് ഈ ഊരാക്കുടുക്ക് പോലെ കെട്ടിയിരിക്കുന്ന ആ ചരട് നമ്മൾ വലിക്കുകയും ദേശീയ പതാകയോടുള്ള ബഹുമാന സൂചകമായി അല്ലെങ്കിൽ ആദര സൂചകമായി കെട്ടിവെച്ചിരിക്കുന്ന പുഷ്പങ്ങൾ താഴേക്ക് വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സംഭവം മലപ്പുറം മാരമംഗലം എന്ന് പറഞ്ഞ ഒരു അങ്കണവാടിയിലാണ് ഈ ദേശീയ പതാക ഉയർത്തിയത്. ഈ ദേശീയ പതാക അവർ ഉയർത്തിയ സമയത്ത് പൂക്കൾ വീഴാൻ വേണ്ടിയിട്ട് കെട്ടിയ ആ ഊരാക്കുടുക്കുണ്ടല്ലോ, ആ ചരട് പിടിച്ച് വലിക്കുക. വലിക്കുമ്പോൾ അത് അഴിയുന്നില്ല. അങ്കണവാടിയിലെ ടീച്ചർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സങ്കടമായി. കാര്യം എന്ന് വെച്ചാൽ ഇത് അഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാക്ക അവിടേക്ക് പറന്നു വരുന്നു. തുടർന്ന് അഴിക്കാൻ പറ്റാതിരുന്ന ആ കെട്ട് അഴിയുന്നു. ദേശീയ പതാക പാറിപ്പറക്കുന്നു. അതിനുശേഷം കാക്ക മടങ്ങിപ്പോകുന്നു. ഇതായിരുന്നു ആ വീഡിയോയിലുള്ളത്. കാക്കയുടെ ദേശഭക്തി, അല്ലെങ്കിൽ കാക്കയ്ക്ക് ഒരുപാട് നന്ദി ആ ദേശീയ പതാക പാറിപ്പറത്താൻ സഹായിച്ചതിന് എന്നൊക്കെ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളോടുകൂടിയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ആ ഒരു ഫ്രെയിമിൽ, ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളും സംശയിച്ചു പോകും. ശരിയാണല്ലോ, കാക്ക വന്നതിന് ശേഷം കാക്ക അതിലിട്ട് കൊത്തിയത് കൊണ്ടോ മറ്റോ ആണോ ചെയ്തതെന്ന് നമ്മളും വിചാരിച്ചു പോകും. പക്ഷെ ആ വീഡിയോ ശരിക്ക് ഒന്ന് ആ ഫ്രെയിം വെച്ചുള്ള ആ ആംഗിളിൽ എടുക്കുന്ന വീഡിയോയിലാണെങ്കിൽ പോലും, അതായത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിലാണെങ്കിൽ പോലും ഒന്ന് സൂം ചെയ്ത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ആ കാക്ക ആ ദേശീയ പതാകയ്ക്ക് സമീപത്തേക്ക് പോലും എത്തുന്നില്ല. അതിൻ്റെ മാറിയുള്ള തൊട്ടപ്പുറത്തുള്ള ഒരു തെങ്ങിന്റെ ഓലയിൽ, ആ തെങ്ങോലയിൽ വന്നിരിക്കുകയാണ് ആ കാക്ക. അപ്പൊ ഈ ദേശീയ പതാക പാറിപ്പറക്കുമ്പോൾ ഈ കുട്ടികളെല്ലാവരും കൈയടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഈ കാക്ക പറന്ന് തിരിച്ചു പോകുന്നത്. ഒരിക്കലും ആ ദേശീയ പതാകയുടെ അടുക്കലേക്ക് ഈ കാക്ക വന്നിട്ട് പോലുമില്ല. പക്ഷെ എന്തിനാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒറ്റ നോട്ടം നോക്കിയപ്പോൾ ഈ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിച്ചു കാണത്തില്ല. അപ്പൊ ഇത് കണ്ടപ്പോൾ അവര് അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും. അപ്പോൾ നേരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് അങ്ങ് വൈറലായി മാറി എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുക. ആ വൈറലായ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് ശരിക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് യഥാർത്ഥ ഒരു അതിന്റെ മറ്റൊരു വശമുള്ള, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ എടുത്തിരിക്കുന്ന വീഡിയോയും കൂടെ നമുക്ക് കാണാം. കണ്ടോ, ഇതാണ് ഇപ്പൊ പ്രചരിക്കുന്ന വീഡിയോ. ഇത് കണ്ടിട്ടാണ് കാക്കയുടെ ദേശഭക്തി, കാക്കയുടെ ദേശസ്നേഹം, കാക്കയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതേസമയം മറ്റൊരാളെടുത്തൊരു വീഡിയോയും കൂടെ നമുക്ക് കാണാം. അതിനകത്ത് വ്യക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാം. കണ്ടു നോക്കും. ആ കാക്ക വന്നിരിക്കുന്നത് തെങ്ങോലയിലാണ്, അല്ലാതെ ആ ദേശീയ പതാകയുടെ അടുക്ക പോലും ആ കാക്ക എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആ വശത്തൂടെ ആ വീഡിയോയിൽ കാണുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാക്ക വന്ന് അവിടെ അതിലിട്ട് എന്താ പറഞ്ഞ ദേശീയ പതാകയിൽ ആ കെട്ടിലിട്ട് കൊത്തി, ആ കെട്ടടിച്ച് ദേശീയ പതാക പാറിപ്പറത്തി എന്നൊക്കെ തരത്തിൽ നമുക്ക് തോന്നുന്നത്. ശരിക്കും ഇതാണ് സത്യം. ഈ പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇത് ഷെയർ ചെയ്യാതിരിക്കുക. മറ്റൊരു വീഡിയോ കൊണ്ടുവരാം. നന്ദി, നമസ്കാരം.